ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റാസ്ബെറി ഫ്രൂട്ട്. ഇന്നൊരു ഫ്രൂട്ട് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്, കപ്പ് കേക്ക്. അപ്പോൾ 250 ഗ്രാം ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രേയിൽ പേപ്പർ കപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി 2.5 കപ്പ് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 15 ഗ്രാം, അതായത് 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മതി. ഇത് പഞ്ചസാരയാണ്. 1/2 കപ്പ്, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കുറച്ച് കൂട്ടി ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ 2 മുട്ട എടുത്ത് വെച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുട്ട നമുക്കൊന്ന് മിക്സ് ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത്, ഇത് പാലാണ്. 1/2 കപ്പ് പാല് കുറച്ച് ഇത് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനിലയുടെ ഇത് പേസ്റ്റാണ്, അതുകൊണ്ട് 1/2 സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ബട്ടറാണ്, ഉരുക്കിയെടുത്ത്. ഇത് പകരം എണ്ണ ചേർക്കാം കേട്ടോ, വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. 3/4 കപ്പ് ചേർത്താൽ മതി. ഇത് 1/2 കപ്പ് ബട്ടറാണ്. നല്ല ടേസ്റ്റ് ബട്ടർ ചേർത്താൽ. പാലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ബാറ്റർ മൊത്തം ആയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മൈദപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ അരിപ്പയിലൂടെ അരിച്ച് ഇടണം, കാരണം തരിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മിക്സർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല സോഫ്റ്റായി വരണമല്ലോ, അതിന് വേണ്ടി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് യാതൊരു കെമിക്കലും ഇല്ല. ഇതാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൂട്ട് റാസ്ബെറി ഇത് ഏത് ഫ്രൂട്ട് കൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ റാസ്ബെറി നല്ല കളർഫുള്ളായിരിക്കും. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പാച്ചിൽ ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഭാഗമേ വരാവുള്ളൂ കേട്ടോ, കാരണം ഇത് പൊങ്ങി വരാനുള്ള സ്പേസ് വേണം. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് നല്ല കളർഫുള്ളാണ്, നല്ല നാച്ചുറലാണ്. ഇത് എല്ലാവരും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കണ്ട തന്നെ നമ്മളൊന്ന് കഴിച്ചു പോകും. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Thanks for watching.